ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനോര ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് ആറന്മുളയിലാണ്. നമ്മൾക്ക് എല്ലാവർക്കും പരിചിതമാണ് ആറന്മുള വള്ളസദ്യയും ആറന്മുള വള്ളം കളിയും അല്ലേ. അപ്പോൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷ്ണക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ഐതിഹ്യമനുസരിച്ച് ഈ ക്ഷേത്രം ആദ്യം നിർമ്മിച്ചത് ശബരിമലയ്ക്കടുത്താണ് എന്നാണ് പറയപ്പെടുന്നത്. പഞ്ചപാണ്ഡവന്മാർ നിർമ്മിച്ച 5 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ശ്രീകൃഷ്ണനെ കൂടാതെ യക്ഷി, ശാസ്താവ്, നാഗരാജാവ്, ബലരാമൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രതിഷ്ഠകൾ. കുരുക്ഷേത്ര യുദ്ധത്തിൽ യോദ്ധാവായ അർജുനന്റെ സാരഥിയായ ശ്രീകൃഷ്ണന്റേതാണ് പ്രധാന വിഗ്രഹം. ഇറങ്ങിപ്പോ വെള്ളത്തിൽ പോ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടാണ് വള്ളസദ്യ. 72 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ വള്ളസദ്യ. ലോകത്തിലെ ഏറ്റവും വലിയ സദ്യ എന്നാണ് ആറന്മുള സദ്യയെക്കുറിച്ച് അറിയപ്പെടുന്നത്. ഒരു ദിവസം 15 വള്ളങ്ങളാണ് ഉണ്ടാവുന്നത്. ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ വിളമ്പുന്നതും ഈ സദ്യക്കാണ്. പാർത്ഥസാരഥിക്ക് വഴിപാടായി നടത്തുന്ന ചടങ്ങാണ് വള്ളസദ്യ. വള്ളസദ്യയുടെ ദിവസം വഞ്ചിപ്പാട്ട് പാടി ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്ന വരികൾ പാടിക്കൊണ്ട് തുഴക്കാർ എത്തുന്നു. അവർ വഞ്ചിപ്പാട്ടുകൾ പാടുന്നു. സദ്യ വഴിപാട് നടത്തുന്ന കുടുംബാംഗങ്ങൾ പമ്പാ നദിയുടെ തീരത്ത് പോയി പള്ളിയോടം സ്വീകരിക്കുന്നു.
ഉപ്പിലിട്ടത് വറവരികളെല്ലാം മലര് വള്ളസദ്യയിൽ ഉൾപ്പെടുന്ന വിഭവങ്ങളാണ് ചോറ്, പരിപ്പ്, പപ്പടം വലുതും ചെറുതും, നെയ്യ്, സാമ്പാർ, പുളിശ്ശേരി, രസം, പച്ചമോര്, അവിയൽ, മധുരപ്പച്ചടി, പാവയ്ക്ക കിച്ചടി, ബീട്രൂട്ട് കിച്ചടി, തോരൻ, ഇഞ്ചിക്കറി, മാങ്ങ, നാരങ്ങ അച്ചാറുകൾ, നെല്ലിക്ക അച്ചാർ, ചമ്മന്തിപ്പൊടി, ആറന്മുള വറുത്ത എരിശ്ശേരി, സ്വീറ്റ്, വഴുതനങ്ങ മെഴുക്കുപുരട്ടി, പഴം നുറുക്ക്, ഉപ്പുമാങ്ങ, ഏത്തയ്ക്ക ഉപ്പേരി, ശർക്കര പുരട്ടി, ചേമ്പ് ചേന ഉപ്പേരി, ഉണ്ണിയപ്പം, പരിപ്പുവട, എള്ളുണ്ട, കൽക്കണ്ടം, മുന്തിരി, അവല്, മലര്, പഞ്ചസാര, ശർക്കര, കരിമ്പ്, അടപ്രഥമൻ, പാൽപ്പായസം, കടലപ്രഥമൻ, പഴം പായസം, പഴം, കരിങ്ങാലി വെള്ളം, ഉപ്പ് എന്നിവ. അതുപോലെ തന്നെ ശ്ലോകം ചൊല്ലി ചോദിക്കുമ്പോൾ കൊടുക്കേണ്ട വേറെയും വിഭവങ്ങളുണ്ട്. അത് വെണ്ണ, അരവണപ്പായസം, ശർക്കര പായസം, ഉണ്ട ശർക്കര, പഞ്ചസാര, കാളിപ്പഴം, പൂവൻപഴം, കദളിപ്പഴം, തേൻ, ചുക്കുവെള്ളം, അമ്പഴങ്ങ അച്ചാർ, ഓലൻ, ചീരത്തോരൻ, മടന്തേയിലത്തോരൻ, തകരത്തോരൻ, മോദകം, പഴുത്ത മാങ്ങാക്കറി, അട, വഴുതനങ്ങ മെഴുക്കുപുരട്ടി, ഇഞ്ചിത്തൈര്, വാഴക്കൂമ്പ് തോരൻ, പാളത്തൈര്, വെള്ളിക്കിണ്ടിപ്പാല്, ഉണ്ണി ഉണ്ട ശേഷം നിവേദ്യച്ചോറ്, പമ്പാതീർത്ഥം എന്നിവയും വള്ളസദ്യ നടത്തുന്ന കുടുംബാംഗങ്ങൾ ആ വള്ളക്കാരെ പമ്പാനദിയുടെ തീരത്ത് നിന്ന് സ്വീകരിച്ച് കൊണ്ടുവരുന്ന പോലെ തന്നെ വള്ളസദ്യ കഴിഞ്ഞതിന് ശേഷം അവരെ പമ്പാ നദി വരെ ആനയിച്ച് കൊണ്ടുപോയി ആക്കുന്നതുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും വിവരണങ്ങളും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുതേ.